അഭിലാഷ്, വളരെ വികാര തീവ്രമായ രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. കനത്ത മഴയാണ്, നമുക്കറിയാവുന്നതാണ്. നിന്നു നനയുകയാണ് മനുഷ്യർ. ഏത് പേമാരി വന്നിട്ടുണ്ടെങ്കിലും എന്ത് പ്രളയം വന്നിട്ടുണ്ടെങ്കിലും പ്രിയ സഖാവിനെ ഒന്ന് കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന നിശ്ചയദാർഢ്യത്തോടെ തുറന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ഓരോ മനുഷ്യരും അവിടേക്ക് വരുന്നത്. ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശന പരിപാടികൾ പൂർത്തിയാക്കിയിട്ട് വേണം വലിയ ചുടുകാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കുകയും വേണ്ടത്. എപ്പോഴത്തേക്കാണ് ക്രമീകരണങ്ങൾ എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു കാര്യങ്ങൾ മധു, അല്പസമയം മുൻപ്, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സജി ചെറിയാൻ അനൗൺസ് ചെയ്തു അല്പസമയത്തിനകം വലിയ ചുടുകാട്ടിലേക്ക് VSന്റെ ഭൗതിക ശരീരം എത്തുകയാണ് എന്ന്. ഇവിടെ ക്രമീകരണങ്ങൾ എല്ലാം പൂർണ്ണമാണ്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെടും. 8 മണിയോടുകൂടി എന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ ചുടുകാട്ടിൽ, ആ ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു, വലിയ ചുടുകാടിന് മുമ്പിൽ വലിയ ജനസഞ്ചയം തന്നെ ഇതിനോടകം തന്നെ രൂപം കൊണ്ടിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ചുടുകാട്ടിലേക്ക് അകത്തേക്ക് നേതാക്കൾക്ക് മാത്രമാണ് പ്രവേശനം. പ്രവർത്തകർക്കോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ മറ്റുള്ളവർക്കോ ഒന്നും പ്രവേശനമില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ്, പ്രധാനപ്പെട്ട നേതാക്കളും കുടുംബാംഗങ്ങളും മാത്രമാണ് വലിയ ചുടുകാടിനകത്ത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക. 8 മണിയോടുകൂടി എന്ന് അനൗൺസ് ചെയ്തു. പക്ഷേ കുറച്ചുകൂടി വൈകും. കാരണം 8 മണിക്ക് റിക്രിയേഷണൽ ഗ്രൗണ്ടിൽ നിന്ന് VSന്റെ ഭൗതികദേഹം ഇവിടേക്ക് കൊണ്ടുവരാൻ തുടങ്ങുകയുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ 2 പൊതുദർശന സ്ഥലത്തും ഉണ്ടായിരുന്ന ആളാണ്. വീട്ടിൽ നിരവധി ആളുകൾ അവിടെ കാണാൻ ബാക്കി ഉള്ള സമയത്താണ് അവിടെ നിന്ന് മൃതദേഹം എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്ക് വരണം, ഇനി ഇതിൽ കൂടുതൽ സമയം നമുക്ക് ഇവിടെ പറ്റില്ല എന്നുള്ളതായിരുന്നു. DC ഓഫീസിലും ഇത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ കാണാനായി നാടിന്റെ നാനാഭാഗത്തു നിന്ന് വന്ന മുഴുവൻ ആളുകളും ഇവിടെ റിക്രിയേഷണൽ ഗ്രൗണ്ടിലേക്കാണ് ഒഴുകിയെത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ ആൾക്കും, അതായത് VSനെ കാണാൻ വേണ്ടി ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ, ഒരു മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാൻ, ഒരു കണ്ണീർ കണം പൊഴിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും വിലാപയാത്ര ഇങ്ങോട്ട് ആരംഭിക്കുക. നേരത്തെ പറഞ്ഞിരുന്നത് തിരുവമ്പാടിയിൽ, അതായത് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന തിരുവമ്പാടി ജംഗ്ഷനിൽ വെച്ച് നേതാക്കൾ ഈ വാഹനത്തിന് മുൻപിൽ, ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ കാൽനടയായി ചുടുകാട്ടിലേക്ക് വരും എന്നുള്ളതായിരുന്നു. പക്ഷെ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്, നല്ല മഴയുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാൽനടയായിട്ടുള്ള യാത്ര ഒരുപക്ഷെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അല്പസമയത്തിനകം എന്ന് ഇപ്പോൾ ഇവിടെ മന്ത്രി സജി ചെറിയാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. VS അല്പസമയത്തിനകം ചുടുകാട്ടിലേക്ക് എത്തുകയാണ്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നത് പോലെ VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ വലിയ ചുടുകാട് ഇപ്പോൾ നിലനിൽക്കുന്ന ഭാഗം, ഈ രക്തസാക്ഷി മണ്ഡപം ഇരിക്കുന്ന ഭാഗം VS അച്യുതാനന്ദൻ ആണ് വാങ്ങിച്ചത്. 22 സെന്റ് സ്ഥലം VS വാങ്ങിയ സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇപ്പോൾ വലിയ ചുടുകാട് CPIM-ഉം 2 പാർട്ടികളും സംയുക്തമായാണ് കൈകാര്യം ചെയ്യുന്നത്. 2 പാർട്ടിയുടെയും സംയുക്ത ഉടമസ്ഥതയിലാണ് വലിയ ചുടുകാട് ഉള്ളത്. VS ഇവിടേക്ക് എത്തുമ്പോൾ മൺമറഞ്ഞിട്ടുള്ള 1946 തുലാം 7-ാം തീയതി VSന്റെ സമര സഖാക്കളായിട്ടുള്ള ആളുകൾ അന്നത്തെ തിരുവിതാംകൂർ പട്ടാളത്തോട് ഏറ്റുമുട്ടി, SRCPയുടെ പട്ടാളത്തോട് ഏറ്റുമുട്ടി മരണം വരിച്ച, അവരെ സംസ്കരിച്ച സ്ഥലമാണ് വലിയ ചുടുകാട്. P. കൃഷ്ണപിള്ള 1949 പാമ്പുകടിയേറ്റ് മരിച്ചപ്പോൾ കൃഷ്ണപിള്ളയെ സംസ്കരിച്ചത് ഇവിടെയാണ്. PT പുന്നൂസ് അടക്കമുള്ള PT പുന്നൂസ്, VSന്റെ തന്നെ രാഷ്ട്രീയ ഗുരുവായ R. സുഗതൻ, ജോർജ് ചടയമൂറി മുതൽ KR ഗൗരിയമ്മ വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കളൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ് വലിയ ചുടുകാട്. ശരി, അവിടേക്ക് VS അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അധികാര ദുഷ്പ്രഭുത്വത്തിനെതിരായി ചോര കൊണ്ടെഴുതിയ പുന്നപ്രവയലാർ ചെറുത്തുനിൽപ്പിന്റെ ആ ത്യാഗഭൂമിയിലേക്ക് VS അച്യുതാനന്ദനും തന്റെ അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. VSനെ സ്വീകരിക്കുക എന്നതാണ് ആ മണ്ണിന്റെ ഇനിയുള്ള ദൗത്യം. അതിനുവേണ്ടി മനസ്സ് തുറന്നു കാത്തിരിക്കുകയാണ്. പക്ഷേ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായി വീണ്ടും അണമുറിയാതെ അദ്ദേഹത്തിന്റെ സഖാക്കൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്.